ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ജനനിയുടെ ഇടപെടൽ ഫലം കണ്ടു. ഇനി അവൾ ഒഴുകും ശുദ്ധമായി. വടക്കാഞ്ചേരി പുഴയിലെ ദുർഗന്ധം അകറ്റുന്നതിനു വേണ്ടി ജനനിയുടെ നേതൃത്വത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറി ശുദ്ധമാക്കി. വടക്കാഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്ത് നഗരത്തിലെ അഴുക്കുചാൽ പുഴയിലേക്ക് ചേരുന്ന ചാലിപ്പാടം ചിറയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട് പുഴ ശുചീകരിച്ചു. ദുർഗന്ധം അകന്ന പുഴ ഇപ്പോൾ പഴയ രീതിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രദേശവാസികൾക്ക് വലിയ ആരോഗ്യ ഭീഷണിയായിരുന്ന മലിനജലം ശുചീകരിച്ചതോടെ ജനങ്ങൾ ആശ്വാസത്തിലാണ്. സാംക്രമിക രോഗങ്ങൾ പടരുന്ന രോഗാണുക്കളുടെ കേന്ദ്രമായി മാറിയിരുന്ന ചാലിപ്പാടം ചിറ ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നു. ചിറയുടെ ഇരുവശവും ജനവാസ മേഖലയായതിനാൽ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. മൂക്ക് പൊത്താതെ കാൽനട യാത്രക്കാർക്ക് പോലും തോട് മുറിച്ചു കിടക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ മാസം 15 മുതൽ വാഴാനി ഡാമിൽ നിന്ന് കനാലിലൂടെയും പുഴയിലൂടെയും കുടിവെള്ളം ഒഴുക്കി വിടാനിരിക്കുകയാണ്. കനാലിലൂടെ വെള്ളം ഒഴുക്കിയാൽ തന്നെ ചോർച്ച കാരണം വെള്ളം പുഴയിലേക്ക് എത്തുകയും ചാലിപ്പാടത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലം മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് പുഴയോരത്തെ കിണറുകളിലെ വെള്ളം മലിനമാക്കുകയും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് ജനനി പ്രവർത്തകർ മലിനമായ പുഴയിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറി പുഴ ശുചീകരണം നടത്തി. അടിയന്തരമായി വടക്കാഞ്ചേരി നഗരസഭ ഇടപെട്ട ചാലിപ്പാടം ചിറയിലെ മലിനജലം പൂർണ്ണമായും നീക്കം ചെയ്ത ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പുഴ ശുചീകരിക്കണമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി ആവശ്യപ്പെടുന്നു. പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു. പുഴ വടക്കാഞ്ചേരി പുഴയുടെ ചാലിപ്പാടം ചിറയുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന മാലിന്യങ്ങൾ കൊണ്ട് ഈ പ്രദേശം, ഈ പുഴയുടെ വശം മുഴുവനും വൃത്തിഹീനമായി കിടക്കുകയാണ്. മൂക്കുപൊത്താതെ നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ വെള്ളത്തിലേക്ക്, ഈ അഴുക്ക് വെള്ളത്തിലേക്ക് ഇപ്പോൾ ഡാം തുറക്കുമ്പോൾ 15-ാം തീയതി വാഴാനി ഡാം തുറക്കുമ്പോൾ പ്രസ്തുത വെള്ളം കൂടി ഇതിലേക്ക് വന്ന് ഈ അടുത്തുള്ള കിണറുകളിലേക്കൊക്കെ വ്യാപരിക്കുന്നത് ഈ അഴുക്ക് വെള്ളമായിരിക്കും. അഴുക്ക് കലർന്ന വെള്ളമായിരിക്കും. എല്ലാ ജനങ്ങൾക്കും ഇവിടെ വയറ്റിലസുഖവും മറ്റും ഉണ്ടാകുന്നതിന് വളരെയേറെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് ആവുന്നത് വിധം ഈ കിണറ്റിലേക്ക് പോകുന്ന വെള്ളം ക്ലീൻ ആവുന്നതിന് വേണ്ടി ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ച് ഈ അഴുക്കായി കിടക്കുന്ന പ്രദേശത്ത് മുഴുവനും ഞങ്ങൾക്ക് ആവുന്ന വിധം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് മുനിസിപ്പാലിറ്റിയും അതുപോലെയുള്ള നേതാക്കളും ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇത് ക്ലീനായതിന് ശേഷം മാത്രം പുഴയിൽ വെള്ളം വരുന്നതിന് വേണ്ടി, ഡാമിലെ വെള്ളം വരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്. CCV ന്യൂസ്, ചേലക്കര.